ഇതിലേത് വി ആർ സുധീഷിനെയാണ് ഈ പ്രായത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഒരു സ്നേഹിതനായിട്ട്? അലമ്പ് എന്നുള്ളത് ഇംഗ്ലീഷ് എഴുതിയാൽ ലേമ്പാണ്. അതാണ് ഞാൻ. തീർച്ചയായും മനോഹരമായിട്ടുള്ളൊരു മറുപടിയാണ്. അപ്പൊ ഈ ഒരു ഇരുത്താൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്വയം വെളിച്ചമായിട്ട് കാണുക, എന്നോട് മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുക. സ്വയം വെളിച്ചമായി കാണുക എന്ന് പറയുന്നത് ഒരു രസമായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പൊ ഈ വെളിച്ചത്തെ അവരവരെ തന്നെ ഒരു വെളിച്ചമായി കാണുക എന്ന് പറയുന്നത് ഈ ബുദ്ധൻ ആനന്ദനോട് അവസാനം പറയുന്നുണ്ടല്ലോ, ആനന്ദ നീ തന്നെയാണ് നിന്റെ വഴിയും, നീ തന്നെയാണ് നിന്റെ വെളിച്ചവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്വന്തം വെളിച്ചമായിട്ട് കഥയെ കണ്ടെത്തുന്ന ആ ഒരു കാലത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? നേരത്തെ താഹ പറഞ്ഞതുപോലെ 3 സുധീഷ് വന്നാൽ ഒരു സുധീഷ് എഴുത്തുകാരനാണ്, ഒരു സുധീഷ് പാട്ടുകാരനാണ്, ഒരു സുധീഷ് നേരത്തെ VS കുമാർ പറഞ്ഞതുപോലെ അലമ്പെന്ന് പറയരുത്, അരാജകവാദിയാണ്. ഇങ്ങനെ 3 സുധീഷ് വന്നാൽ ഈ 3 സുധീഷും കൂടി ചേർന്നിട്ടാണ് BR സുധീഷ് ഉണ്ടായത്. അയാൾ സുധീഷ് VR എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. BR സുധീഷ് എന്ന് പറയരുതെന്ന് പണ്ട് VK എനിക്ക് ഒരു കത്തയച്ചു. BR സുധീഷസ് ഒരു കാർഡാണ്. സുധീഷ് ഇംഗ്ലീഷിൽ പ്രയോഗം BR സുധീഷ് എന്ന് പറയാൻ പാടില്ല. BR സുധീഷസ് ഏറി വന്നാൽ വടകര 1 അല്ലെങ്കിൽ 2 പറഞ്ഞൊരു കാർഡ് അയച്ചു. പക്ഷെ എനിക്ക് ആ കാർഡ് കിട്ടി. പ്രയോഗമാണ് BR സുധീഷസ്. പക്ഷെ കാക്കനാടിനും അങ്ങനെ ഒരു ലേഖനത്തിൽ BR സുധീഷ് പറഞ്ഞു. UR സുധീഷ്. ചോദ്യം എന്തായിരുന്നു? ചോദ്യം അതാണ്, ഈ കഥ എന്ന് പറയുന്ന ഒരു വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ കഥയാണ് തൻ്റെ, എഴുത്താണ് തൻ്റെ വെളിച്ചം എന്ന് മനസ്സിലായ ഒരു സന്ദർഭം. ചിലപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഓർമ്മയിൽ സുധീഷേട്ടൻ പറയുന്നത് ഈ നടവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന, അച്ഛൻ്റെ കൂടെ നടന്നു പോകുന്ന അനുഭവങ്ങൾ. ഇപ്പം നമ്മളൊരു എഴുത്തുകാരനാകുമ്പോൾ കഥയെ ആദ്യം തൊടുന്നൊരു സന്ദർഭം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വായനക്കാരനായിട്ടായിരിക്കാം അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ടായിരിക്കാം. എൻ്റെ ഉള്ളിൽ ഒരു കഥാകാരനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്തെങ്കിലും? കഥ എഴുത്തിൻ്റെ 50 വർഷം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ അച്ചടിച്ചു വരുന്ന കഥ 1975. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. ക്ലിൻ്റൊക്കെ ചിത്രം വരച്ചത് 1 വയസ്സിലും 2 വയസ്സിലൊക്കെ. അങ്ങനെ ഞാൻ 1 വയസ്സിലും 2 വയസ്സിലൊക്കെ കഥ എഴുതിയ ആളാണ്. അങ്ങനെയാണ് ഈ 50 പെട്ടെന്നായത്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പം കുട്ടിക്കാലം മുതലേ ഇങ്ങനെ കഥയൊക്കെ അയക്കുമായിരുന്നു ബാലപ്രസിദ്ധീകരണം. ഞാൻ ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന ഒരു കഥ കണ്ടിട്ട്, സ്വന്തം പേര് അച്ചടിച്ച് വന്നൊരു കഥ കണ്ടിട്ട് ഞാൻ വഴിയരികിൽ ബോധം കെട്ട് വീട് പോയിട്ട്